അങ്ങനെ കേസ് കൊടുക്കട്ടെ. ജനാധിപത്യം ഇല്ലാത്തടത്ത് അതിനെതിരെ ആക്ഷേപമുള്ളവർക്ക് കേസ് കൊടുക്കാം, അവർ കൊടുക്കട്ടെ. അയാളുടെ അതിനൊന്നും മറുപടി പറയാൻ ഞാനില്ല. ജനാധിപത്യമില്ല എന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട്, അയാൾ പറഞ്ഞുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞ ആർക്കും അല്ല. അത് ഇപ്പം ആരെല്ലാം പറഞ്ഞു. അങ്ങേരുടെ അച്ഛനെ പറ്റി ആര് പറഞ്ഞിട്ടില്ലേ? അങ്ങേര് തന്നെ അങ്ങേരുടെ അച്ഛനെ പറ്റി വ്യക്തിപരമായ ആക്ഷേപങ്ങൾ പറഞ്ഞു ഇല്ലേ? ആ അച്ഛൻ മകനോട് പറഞ്ഞു, നീ NSS ജനറൽ സെക്രട്ടറിയും NSSനെയും സ്നേഹിച്ച് വേണം ജീവിക്കാൻ എന്ന് അച്ഛൻ എനിക്ക് ഒരു ഉപദേശം തന്നിട്ടുണ്ട്. ഞാൻ അതനുസരിച്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി? ഇയാൾ ഇപ്പം പറഞ്ഞല്ലേ? അത് ഞാൻ പറയുന്നില്ല. അത് ബന്ധുക്കളിൽ നിന്നാണ് പറഞ്ഞത്. അതൊക്കെ ഞാൻ പറഞ്ഞിട്ട് അവർ ഇതിനെല്ലാത്തിനും സമാധാനമുണ്ട്. ഇപ്പോൾ കുറേ കൂട്ടർ NSSനെ ഇല്ലാതാക്കാൻ വേണ്ടി കേസുമായി നടക്കുന്നുണ്ട്. അത് കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എല്ലാം അവരുടെ ഒരു വാലായിട്ടാണ് ഇയാളിപ്പം സംസാരിക്കുന്നത്. ചേർന്ന് അത് അതിൻ്റെ ഭാഗം സംഘടിച്ചിട്ടുണ്ടല്ലോ. അവരെല്ലാം ആണല്ലോ അവിടെ മീറ്റിങ്ങിന് പങ്കെടുക്കാൻ നോട്ടീസ് കണ്ടത്. എന്നെ ഞാൻ 64 വർഷമായി അതിനകത്ത് കയറിയിട്ടുണ്ട്. ഒരുത്തം വിചാരിച്ചാലും എനിക്കെതിരെ ഗൂഢാലോചന വെക്കാൻ പറ്റിയ തെറ്റൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഞാൻ എത്ര പ്രാവശ്യം അതിന് മറുപടി പറഞ്ഞിട്ട് ആർക്കും അവിടെ നിഷേധിച്ചിരിക്കുന്നു. സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തില്ലേ? വൈസ് പ്രസിഡന്റ് പുഷ്പാർച്ചനയ്ക്ക് വന്നപ്പം വൈസ് പ്രസിഡന്റിനെ പുഷ്പാർച്ചന നടത്താണ്. പട്ടിയെ കയറ്റി അവിടെ പരിശോധിക്കണം. ഞങ്ങൾ ഈശ്വര തുല്യം ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതിനകത്ത് പട്ടിയെ കയറിയിട്ട് ആരും അവിടെ അദ്ദേഹത്തെ ആദരിക്കേണ്ടതെന്ന് പറഞ്ഞു. അത് ഞാൻ പറയേണ്ട എൻ്റെ കടമയാണ്. അതെനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ അവർ നോക്കട്ടെ. അതിനൊക്കെ ആക്ഷേപം അയക്കുന്നുണ്ടെങ്കിൽ അയക്ക് കോടതി പോകാമല്ലോ. കോടതിയിലൊന്നും പോകുന്നില്ല. എന്താ ആര്? നിങ്ങൾ പലരും അവിടെ പോയി ആഹാരം കഴിക്കാറില്ലേ? എനിക്ക് മറുപടി അതേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? നല്ല ഭക്ഷണം ജനങ്ങൾക്ക് കൊടുക്കുന്ന ന്യായമായ തൃപ്തികരമായ കൊടുക്കുന്ന ഒരു സ്ഥാപനം അത് കേരളം മുഴുവൻ ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ഒക്കുമെങ്കിൽ ഞാനത് കേരളത്തിൽ ഇനിയും കൂടുതൽ പത്മ കഫേകൾ ഉണ്ടാക്കാൻ ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ല വേറെ ആർക്കും ലാഭത്തിന് വേണ്ടിയിട്ടല്ല. അല്ല, അതിനൊക്കെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കൂ. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഇത് കേരളം മുഴുവനുള്ളതാണ്. എൻ്റെ കുടുംബം ഒരു നായരെന്ന് പറഞ്ഞാൽ അതിൻ്റെ നേതാവെന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബം കേരളം മുഴുവനുള്ളതാണ്. എങ്ങനെ വേണേൽ നിങ്ങൾ നിശ്ചയിച്ചോളൂ. ഞാൻ അനധികൃതമായിട്ട് ഒരു മനുഷ്യർക്കും ഞാൻ നിയമനം കൊടുത്തിട്ടില്ല. അതൊക്കെ ഇവിടുത്തെ കീഴ്വഴക്കം അനുസരിച്ചല്ലാതെ ഒരു തെറ്റും ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ആര്? എനിക്കറിഞ്ഞൂടെ, എനിക്കൊരറിവില്ല. അതെന്നാ ഈയൊക്കെ തോന്നിയത്? ഇപ്പോൾ വർഷം എത്രയായി? എല്ലാ സ്ഥാനങ്ങളും നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴല്ലേ ഇത് പറയുന്നുള്ളൂ, അല്ലേ? അല്ല, അത് നിങ്ങൾ തീരുമാനിച്ചോളൂ. അയക്കിപ്പോൾ എന്തെല്ലാം സ്ഥാനമുണ്ടെന്നും മാനമുണ്ടെന്നും ഒക്കെ ഉള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്ന കാര്യമുള്ളൂ. ഞാനായിട്ടത് പറയുന്നില്ല. സമദൂര നിലപാടിനെ ചോദ്യം ചെയ്താണ് തന്നെ അത് പുറത്താക്കാൻ കാരണം എന്നൊക്കെയാണ് പറയുന്നത്. അത് നല്ല നിലപാടാണ്. NSSനെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു നിലപാടാണ്. അത് ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. എവിടെ ചോദ്യം ചെയ്തു? ഇതിനകത്തൊന്നും കയറി ആരും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല.
ഡയറക്ടർ ബോഡി യോഗത്തിൽ ചോദ്യം ചെയ്തെന്നൊക്കെ പറയുന്നത്. സാറിന് ചോദ്യം ചെയ്തത് ഇവിടെ ഒന്നും ചോദിച്ചിട്ടില്ല. അവിടെ വെച്ച് അങ്ങനെയൊന്നും പറഞ്ഞു. ഗണേഷ്കുമാറിന്റെ പല കാര്യങ്ങളിലും അനുകൂല നിലപാട് പുള്ളിയെ സംരക്ഷിച്ചിട്ടുണ്ട് മുമ്പ് പല തവണയും. അപ്പോൾ അദ്ദേഹം കാണിച്ച നന്ദിയുടെ ഞാനതൊന്നും പറയുന്നില്ല. ഞാനതൊന്നും പറഞ്ഞില്ല. ഞാൻ അയക്ക് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല. അയാൾ എനിക്കൊരു ഗുണവും ചെയ്തിട്ടില്ല. പോരെ, ഞാൻ ഒരു ദ്രോഹവും അയക്ക് ചെയ്തിട്ടില്ല. അയാൾ എനിക്കൊരു ഗുണവും ചെയ്തിട്ടില്ല. പിന്നെന്താ ഈ താലൂക്ക് യൂണിയൻ പിരിച്ചുവിടാനുള്ള കാരണം എന്താണ്? ശരിക്കും ഗണേഷ്കുമാർ അല്ല, അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അതൊക്കെ നിയമപരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തെറ്റാണെങ്കിൽ അയക്ക് കോടതി പോകാമല്ലോ. ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അയക്ക് കോടതി പോകാമല്ലോ. എന്തിനാ വെറുതെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്? വൈകിട്ട് 7 മണിക്കാണ് യൂണിയൻ പിരിച്ചുവിടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. രാത്രിയിലാണെങ്കിൽ പിരിച്ചുവിടും. അതിനെന്താ സംശയം? ഇവിടെ പിരിച്ചുവിടേണ്ടി വന്നാൽ നിയമപരമായി തന്നെ പിരിച്ചുവിടും. അത് രാത്രിയിലാണെങ്കിലും പിരിച്ചുവിടും. എപ്പോഴാ അവസ്ഥ ഉണ്ടാകുന്നു ഉടനെ തന്നെ ആ താലൂക്ക് യൂണിയൻ്റെ ഭരണസ്തംഭനത്തിന് ഇടവരാതിരിക്കാൻ രാത്രി തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത് നിങ്ങൾ ആലോചിച്ചോളൂ. ആ പുള്ളി പറയുന്നത് എന്താണെന്നും പ്രവർത്തിക്കുന്ന എന്താണെന്നും ഒക്കെ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അങ്ങയുടെ ചെയ്തികളെ പറ്റി വിമർശിക്കാൻ?